ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് പള്ളിത്തുറയുടെ വാർഡ് കൗൺസിലറും തിരുവനന്തപുരം നഗരസഭയുടെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീമാൻ മേടേൽ വിക്രമനാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. നമസ്കാരം. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9329 വോട്ടേഴ്സിൽ നിന്നും 609 വോട്ടിൽ 3 കിലോമീറ്റർ ചുറ്റളവ് വരുന്ന പ്രദേശത്ത് 609 വോട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മഹത് വ്യക്തിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് പള്ളിത്തുറ വാർഡിൽ നടന്ന വികസനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും എന്നൊന്ന് താങ്കൾക്ക് വിശദീകരിക്കാമോ? ഞാൻ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ കാലത്തും 5 വർഷം കൗൺസിലറായിരുന്നു. അത് പൗണ്ടുകടവ് വാർഡ് എന്ന് പറയും, തൊട്ടടുത്ത വാർഡാണ്. കഴിഞ്ഞ 5 വർഷമാണ് പള്ളിത്തുറ വാർഡിലെ കൗൺസിലറായിട്ട് വന്നിട്ടുള്ളത്. വാർഡിലെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ 5 വർഷക്കാലം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട അംഗൻവാടികളുടെയൊക്കെ പ്രവർത്തനമാണ്. 9 അംഗനവാടികളാണ് എൻ്റെ വാർഡിൻ്റെ പ്രദേശത്തുള്ളത്. അതിൽ 4 അംഗൻവാടികളും സ്മാർട്ടാണ്, സ്വന്തമായി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ബാക്കിയുള്ളവ വാടക കെട്ടിടത്തിലും പ്രവർത്തിക്കണം. അവിടെയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളാണ്. സ്മാർട്ട് അംഗനവാടികളിൽ ഒരെണ്ണം എ സി ചെയ്തതാണ്. AC അംഗനവാടിയാണ്. നഗരസഭയുടെ തന്നെ ഒരു പദ്ധതിയാണ്. ഈ AC അംഗനവാടി എന്ന് പറയുന്നത് ഈ പള്ളിത്തുറയിൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. അതെ, ആദ്യമായിട്ട് നമ്മൾ നഗരസഭയുടെ പദ്ധതിയാണ്. ആദ്യമായിട്ട് ചെയ്തത് ഇവിടെ ആണ്, എന്നാൽ എൻ്റെ വാർഡിലാണ് അത് ചെയ്തത്. ഇനി അങ്ങോട്ട് AC അംഗൻവാടികൾ ഉണ്ടാവും നഗരസഭയ്ക്ക്. ഹൈടെക് അംഗൻവാടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് ലൈബ്രറികളാണ്. അവിടെ ഒരു സാംസ്കാരിക നിലയം, പള്ളിത്തുറ സാംസ്കാരിക നിലയം ലൈബ്രറി നിലവിൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളായി ഇത്തിരി ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതിനെ ശക്തിപ്പെടുത്തി. അതിൻ്റെ മുകളിലത്തെ നിലയിൽ 30-35 ലക്ഷം രൂപ ചിലവാക്കി തന്നെ വർക്കല രാധാകൃഷ്ണൻ മെമ്മോറിയൽ ഹാള് ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവിടെ നടത്തി. അതിൻ്റെ മുമ്പിൽ ഒരു പാർക്കും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ലൈബ്രറിയുടെ പ്രവർത്തനം അവിടെ 1. 2 പുതുതായിട്ടൊരു ലൈബ്രറി കെട്ടിടം, ലൈബ്രറിയും അംഗൻവാടിയും കൂടെ ചേർത്ത് നിർമ്മിച്ചു. അതാണ് ഞാൻ നേരത്തെ അംഗൻവാടി AC ആണെന്ന് പറഞ്ഞത്. ഈ ലൈബ്രറിയും AC അംഗൻവാടി ലൈബ്രറിയാണ്. അത് ഏകദേശം 80 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് 2 നില കെട്ടിടങ്ങളായി ഇത് രണ്ടും ചെയ്തത്. അവിടെ കോർപ്പറേഷൻ തന്നെ ലൈബ്രറിയാണ്, കോർപ്പറേഷൻ്റെ ജീവനക്കാരൊക്കെ ഉള്ള ലൈബ്രറിയാണ്. അത് നല്ല രീതിയിലവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റേഷൻ കടവ് കേന്ദ്രീകരിച്ച് അബ്ദുൽ കലാം പാർക്ക് നിർമ്മിക്കുന്നുണ്ട്. ആ പാർക്കിനോടനുബന്ധിച്ച് ഒരു ലൈബ്രറി, അതിനകത്തും ഒരു ലൈബ്രറി. ഞാൻ വന്നതിന് ശേഷം ലൈബ്രറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള. താങ്കളും വായനാശീലമാണ്. ഞാൻ എൻ്റെ കൊച്ചുനാളിലെ തന്നെ ലൈബ്രറി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഓല ഷെഡിൽ ലൈബ്രറി ഉണ്ടാക്കി ഒരു ചെയ്തിട്ടുള്ള. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ എത്ര കോടി രൂപയായിരിക്കും താങ്കൾ ആ വാർഡിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരുമിച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു 8 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ഒരു വർഷം 80 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അതിന് പുറമെയാണ് ഈ ഞാൻ പറഞ്ഞ 2 നില കെട്ടിടം വെച്ചത്. അതിലുള്ളതല്ല, അത് അഡീഷണൽ ഫണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇനിയും വേറെ ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ആശുപത്രികളുണ്ട്. ആശുപത്രികൾ 2 ആശുപത്രികളുണ്ട്. ഒന്ന് PH ഒരു കെട്ടിടം ആശുപത്രിക്ക് വേണ്ടി നേരത്തെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പേ ഒരു കെട്ടിടം പള്ളിത്തറയിൽ ആശുപത്രിക്ക് വേണ്ടി എന്ന് കരുതി നിർമ്മിച്ചിട്ടതുണ്ടായിരുന്നു ഒരു കെട്ടിടം. പിന്നെ ആശുപത്രിയുടെ പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ കൗൺസിലറായി വന്നതിന് ശേഷം അവിടെ അതിനെ ആശുപത്രിയാക്കി. ഇപ്പം ആശുപത്രിയായി പ്രവർത്തിക്കുന്നുണ്ട്. എത്ര ഡോക്ടേഴ്സ്? ഇല്ല, PHC സബ് സെൻറ്റർ പോലെയാണ്. വേളിയുണ്ട് നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, പൗണ്ടുകടവ് വാർഡിലൊരു PHC ഉണ്ട്. അതിൻ്റെ സബ് സെൻ്ററായിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഹെൽത്ത് സബ് സെൻ്ററായിട്ട് തുടങ്ങി. ഇപ്പോൾ അത് വെൽനസ് സെൻ്ററാണ്. ഇപ്പോൾ വെൽനസ് സെൻ്റർ. ഒരു ഡോക്ടറുണ്ട്. അതിൻ്റെ ബാക്കി സൗകര്യങ്ങൾ മരുന്നുണ്ട്. 2 മണി തൊട്ട് 8 മണി വരെ നമ്മുടെ ജനങ്ങൾക്ക്. ആംബുലൻസ് ഇല്ല. ആംബുലൻസ് ആവശ്യമാണെങ്കിൽ നമുക്ക് നമ്മളെ നഗരസഭയിലുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും വരാറില്ല.
എന്നാലും ഒരുപാട് ആളുകൾ ആരോഗ്യ മേഖലയിൽ ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതെ അതെ അതെ. അപ്പോൾ അതിനോടൊപ്പം താങ്കളും ഇത് പറയുമ്പോഴത്തേക്ക് ഒരു ആംബുലൻസും കൂടെ ആ വാർഡിലേക്ക് ആവശ്യമാണെന്ന് തോന്നുന്നില്ല? ആവശ്യമാണെങ്കിൽ ഉണ്ട്. അത് നമുക്ക് ആവശ്യം എപ്പോഴും വന്നാലും ആംബുലൻസ് സൗകര്യം അത് വിളിച്ചാൽ വരും. അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആംബുലൻസിൻ്റെ കാര്യം വരുമ്പം ആ സാഹചര്യം ഒഴുക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കട്ടെ. അത് അങ്ങനെ ഒരു ചിന്തയിലായിട്ട് നമ്മൾ പോയില്ല. നമുക്ക് അവിടെ ആംബുലൻസിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ആശുപത്രി കെട്ടിടം എന്നാണ്. പിന്നെ ഒരു ആശുപത്രി, ഈ ആശുപത്രിയോടുകൂടി ചേർന്ന് തന്നെ ഒരു വനിതാ വിശ്രമ കേന്ദ്രം, ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള കേന്ദ്രവും അതിൽ തന്നെ ഒരു 3 നില കെട്ടിടമായിട്ടാണ് അത് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരങ്ങളിൽ വരേണ്ട ചില കാര്യങ്ങളാണ്. ഇത് പൂർണ്ണമായി ഒരു കൗൺസിലറുടെ കീഴിലേക്ക് ഇത് പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അസൂയാവകമായ ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ അവിടെ നമ്മളെ ക്വാർട്ടേഴ്സും കൂടെ ചേർത്താണ് ആ കെട്ടിടം കെട്ടുന്നത്. ക്വാർട്ടേഴ്സ് അവിടുത്തെ ഡോക്ടർക്കും മറ്റ് ജീവനക്കാർക്കും താമസിക്കാൻ കൂടെയുള്ള സൗകര്യം, അതിന് ആ നിലയിലാണ് ആ കെട്ടിടം ഇതൊരു ശരിക്കും വരേണ്ട സ്ഥലം വേറെയാണ്. ചെയ്യുന്നുണ്ട്. തീരദേശ മേഖലയാണ്. തീരദേശമാണ്. ഒരുപാട് പാവങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആ രീതിയിലൊരു പ്രത്യേക താല്പര്യം കൊടുക്കുന്നത്. അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി വരുന്നു. പിന്നെയുള്ള നമുക്കൊരു ആയുർവേദ ആശുപത്രി എൻ്റെ വാർഡിലാണ് വരുന്നത്. അത് ഈ 3-4 വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ആയുർവേദ ആശുപത്രിയാണ്. അത് എൻ്റെ വാർഡിലാണ് വരുന്നത്. ആ ആശുപത്രിയും നല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് 10-40 ലക്ഷം രൂപ ചിലവാക്കി എല്ലാ സൗകര്യവും ഡോക്ടറും അവിടുത്തെ ജീവനക്കാരും പറഞ്ഞ കാര്യങ്ങളനുസരിച്ചുള്ള എല്ലാ സൗകര്യവും ചെയ്ത് അതിൻ്റെ മുകളിലത്തെ ഹാളിൽ ഒരു യോഗ ഹാൾ നിർമ്മിച്ചു. 40 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചു. അതിലിപ്പം 40ഓളം സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ആളുകൾ വന്ന് യോഗ, വലിയ സന്തോഷം. കൗൺസിലറും സ്ഥിരമായി യോഗ ചെയ്യാറുണ്ടോ? യോഗ ചെയ്യാറില്ല. യോഗയ്ക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. നമ്മൾ തിരക്കാണ് ഏറ്റവും പൊതുപ്രവർത്തനം, അതുകൊണ്ട് അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ അതാണ് ആശുപത്രി, എൻ്റെ വാർഡിലുള്ള ആശുപത്രി. സ്കൂൾ ഒരു ചെറിയ LP സ്കൂൾ മാത്രമേ ഉള്ളൂ, ആറ്റുംകുഴി സ്കൂൾ എന്ന് പറയും, ആറ്റുംകുഴി LPS. അവിടെയും അവിടെ ശതാബ്ദി ആയിരുന്നു കഴിഞ്ഞ വർഷം. അതിനോടനുബന്ധിച്ച് അവരൊരു പ്രത്യേക പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് വലിയൊരു സംവിധാനമൊക്കെ അവിടെ ഒരുക്കി ശതാബ്ദി ആഘോഷം. 100 വർഷം ആയതാണ്. അപ്പോൾ അത് അവർ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ചേർന്നിട്ട് ഇങ്ങനെ അവരൊരു പ്രത്യേക കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ആഘോഷ പരിപാടികൾ സംബന്ധിച്ച് എന്നെയും വിളിച്ചിരുന്നു. അവിടെ വെച്ച് ഞാനൊരു വാഗ്ദാനം കൊടുത്ത് ശതാബ്ദിയുടെ ഭാഗമായിട്ടൊരു സ്മാരകം, അത് സ്കൂളിനൊരു കവാടം അതും ഫണ്ട് നിർമ്മിക്കും എന്ന് പറഞ്ഞിരുന്നു. മറ്റ് കൗൺസിലർമാർക്ക് വാങ്ങാൻ ഫണ്ടില്ലാത്തൊരവസ്ഥയിലേക്ക് ഇതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഒരു ധാരണ വന്നു പോകും. അങ്ങനെയല്ല, അതിന് ഓരോ സാഹചര്യം നമ്മൾ താങ്കൾ 5 വർഷക്കാലം ചെയ്ത വികസനങ്ങളാണ് നമുക്കിപ്പോൾ ജനങ്ങൾക്ക് അതെ അത് ചെയ്തു. അത് ഒരു നല്ലൊരു കവാടം അവിടെ ചെയ്തു. പിന്നെ അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സൗകര്യക്കുറവായിരുന്നു. അങ്ങനെ ഒരു ഡൈനിങ് ഹാള് ഒരു 20-25 ലക്ഷം രൂപയോളം ചെലവഴിച്ചും കൊണ്ട് ഒരു ഡൈനിങ് ഹാളും സ്കൂളിൽ ചെയ്തു. ഇപ്പോഴത്തെ പുതിയ മെനു അവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. പുതിയ മെനു ഒക്കെ ആയി. ഫ്രൈഡ് റൈസ് അതെ കൊടുത്തു തുടങ്ങി നമ്മളെ സ്കൂളിലൊക്കെ. അതൊക്കെ അപ്പോൾ അതിനുള്ള ഫണ്ട് തികയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഫണ്ട് എപ്പോഴും ഈ ഉടനെ കിട്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അതൊക്കെ ടീച്ചർമാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെ. ഇപ്പം ആദ്യമേ ഫണ്ട് കൊടുത്തല്ല ഇതെല്ലാം ചെയ്യുന്നത്. അത് PTA-യും അവിടുത്തെ PTA-യും അധ്യാപകരും കൂടെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യും. പ്രഥമ അധ്യാപകന്റെ പോക്കറ്റിൽ ചിലവാക്കണം എന്നുള്ളൊരു വിവാദം അങ്ങനെ ചിലവാക്കി അവർക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല. കൃത്യമായിട്ടും അതിൻ്റെ നമ്മളെ ഓരോ ബഡ്ജറ്റിലും നമ്മൾ ഫണ്ട് മാറ്റിവെക്കുകയല്ലേ ചെയ്യണത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി. പ്രോജക്റ്റുകളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് തയ്യാറായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി അംഗീകാരങ്ങൾ കിട്ടി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാലതാമസവും പിന്നെ ഫണ്ടിൻ്റെ ലഭ്യതയും ഒക്കെ ആയി വരുമ്പോൾ അത് ഒരിക്കലും അവർക്കതൊന്നും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതല്ല. ഒരിക്കൽ അവർ ചെലവഴിച്ചാലേ അവർക്ക് തിരിച്ച് കിട്ടും. പിന്നെ കുട്ടികളുടെ കാര്യമല്ലേ, അത് PTA-യും കൂടെയൊക്കെ നല്ല രീതിയിൽ സഹകരിക്കും. PTA കമ്മിറ്റി നല്ല സഹകരണങ്ങളാണ്. അതിന് പൊതുജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതുണ്ട് സ്കൂളുകളുടെ കാര്യത്തിൽ. പണ്ടത്തെ ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോഴുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്നപ്പോഴുള്ള കാലം പോലെയല്ല. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി,
Chungat Gold, precious like me. Hello, I'm Dr. Rahna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹലോ, നമസ്കാരം സാർ. എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു സ്റ്റേറ്റിന്റെ. ഇപ്പൊ സർവീസിലുണ്ട്? ഇപ്പോഴും സർവീസിലില്ല. അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ നിന്ന് റിട്ടയർ ആയി 7 വർഷമായി. ഓക്കെ. എന്താണ് സാർ നമ്മുടെ വാർഡിലേക്ക് ഇനി ആവശ്യമുള്ള വികസനങ്ങൾ എന്താണ്? കൗൺസിലർ ഇപ്പോൾ സംസാരിച്ചോളൂ സാറേ. വാർഡിലെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അധികവും. കുറെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂൾ തലത്തിലായിരുന്നാലും മറ്റ് റോഡ് വികസനങ്ങളിലായിരുന്നാലും സ്ഥാപനങ്ങളുടെ വികസനങ്ങളിലായിരുന്നാലും നല്ല രീതിയിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴേ പവിത്രന്മാരുടെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങോളമുള്ള പ്രശ്നം തന്നെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിയേറ്റ തൊഴിലാളികൾ എന്ന് മാത്രമല്ല, കുടിയേറ്റ തൊഴിലാളികൾ ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഏറ്റവും അധികം അന്യനാടുകളിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ഈ കോർപ്പറേറ്റുകളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏറ്റവും അധികം കൂടുതലുള്ളത് നമ്മുടെ പള്ളിത്തറ വാർഡിൽ കൂടെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലുണ്ടല്ലോ. അപ്പോഴേ ഇങ്ങനെ വരുന്ന ആളുകൾ ഇവിടെ ഉണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നമുണ്ട്. അതിന്റെ ശ്രദ്ധയിൽ പെടാത്തതല്ല. ഏറ്റവും അധികം ആളുകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് തിരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാർഡും കൂടെയാണ് ഈ പള്ളിത്തറ വാർഡ്. അതായത് ഈ ടെക്നോ പാർക്ക് ഉൾപ്പെടെ PSSC ഉൾപ്പെടെ ഉള്ള ബൃഹത്തായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ, ഇവിടുത്തെ വർക്കേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ വാർഡ്. അപ്പോഴേ അവരുണ്ടാക്കുന്ന, അതായത് ഇവരുടെ അക്കോമഡേഷൻ ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ വിചാരിക്കുന്നത്. അതിഥി തൊഴിലാളികളെ കുറിച്ചാണ് സാർ ഈ പറയുന്നത്. അതിഥി തൊഴിലാളികളല്ല സാർ പറഞ്ഞത്. അതിഥി തൊഴിലാളികളും ഉണ്ട്, മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അവരുണ്ട്. ഈ IT മേഖലയെ വർക്ക് ചെയ്യുന്നവർ. നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ, കഴക്കൂട്ടം, നമ്മുടെ ഈ പള്ളിത്തറ, പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ പുതിയ ആളുകളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ താമസിച്ചിരിക്കുന്ന ഫ്ലാറ്റുകളാകട്ടെ, സുഖ
വീടുകളിലും കുട്ടികളാകട്ടെ, അവരുണ്ടാക്കുന്ന മാലിന്യ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമാണ്. അല്ല, മാലിന്യ സംസ്കരണത്തില് പള്ളിത്തുറ വളരെ മുന്നിലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വളരെ പറ്റുന്നത്. മുന്നിലാണ്, വളരെ മുന്നിലാണ്. അപ്പൊ അത് പോരാന്നാണ് സാറിന്റെ അഭിപ്രായം? അത് പോരാന്നാണ് സാറിന്റെ അഭിപ്രായം? മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം ഫലവത്തല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ഭാഗത്തുണ്ട്. മനസ്സിലായില്ലേ? കൂടി വെച്ചപ്പെട്ടിരിക്കുന്ന പൊതു സ്ഥലങ്ങളിലെ മാലിന്യം എന്ന് പറയുന്നത് ഹൈവേയുടെ റോഡുകളുടെ സൈഡ് ആയിക്കൊള്ളട്ടെ, റെയിൽവേ ലൈനിന്റെ സൈഡിലായിക്കൊള്ളട്ടെ, ഏറ്റവും അധികം മാലിന്യങ്ങൾ തള്ളുന്നതും ആരും എന്ന് വെച്ചാൽ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് നമ്മുടെ ഈ റെയിൽവേഡിന്റെ ഭാഗങ്ങളില്. ഫലവത്ത് ആണോ എന്ന് ചോദിച്ചാൽ കോർപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹരിതകർമ്മസേന ഇടപെട്ടതോടുകൂടി ഒരുവിധപ്പെട്ട മാലിന്യങ്ങളൊക്കെ വീടുകളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും ഈ പോകുന്ന മാലിന്യത്തിന്റെ 10 ഇരട്ടി ഇവിടെ ഉണ്ടത്. അതിന് ഒരു പരിഹാരം ശാസ്ത്രീയമായിട്ട് അത് സാറ് പറഞ്ഞത് അത് വാസ്തവമാണ്. ഈ നമ്മൾ ഈ കഴക്കൂട്ടം പ്രദേശത്ത് ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വീടുകളുടെ മുകളിലും എല്ലാ വീട്ടിൻ്റെ മുകളിലും വാടകയ്ക്ക് റെന്റിൽ താമസിക്കുന്നവരുണ്ട്. എല്ലാ വീട്ടിലും. അപ്പൊ ഇവരുടെ സാറിന് നിർദ്ദേശം വല്ലതും ഉണ്ടോ സാർ? അതിന്റെ നിർദ്ദേശം വല്ലതും ഉണ്ടോ? നിർദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് സ്ഥലമില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് സയന്റിഫിക് ആയിട്ട്, അതായത് ലാഭകരമല്ല, ഒരിക്കലും ലാഭകരമല്ല. അത് ഇവിടെയൊന്നും സ്ഥലമില്ല ഇത് ഡിസ്പോസ് ചെയ്ത്, അതായത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാനുള്ള ഈ പ്ലാന്റുകൾ, ഇൻസിനറേറ്റർ ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അത് സ്ഥാപിക്കാനുള്ള സ്ഥലം നമ്മുടെ വാർഡിലില്ല. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കോർപ്പറേഷൻ അതിർത്തിയിൽ ഒരിടത്തും ഇല്ല. അതിനെന്ത് പരിഹാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ മെഷീനറി കൊണ്ട് വന്ന് ആധുനിക സംവിധാനങ്ങൾ പ്രാദേശികമായിട്ട് തന്നെ ചെറിയ ചെറിയ പ്ലാന്റുകൾ ഉണ്ടാക്കി സംസ്കരിക്കാനായിട്ട് കോർപ്പറേഷന് കഴിയും. കോർപ്പറേഷന്റെ കൈവശമുള്ള സ്ഥലത്ത് തന്നെ കൊച്ചു കൊച്ചു പ്ലാന്റുകൾ ഉണ്ടാക്കി. ശരി സാർ, സാറിന്റെ നിർദ്ദേശം കൗൺസിലറുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് സാർ. അപ്പൊ വിളിച്ചതിന് സാർ വളരെ നന്ദി, നമസ്കാരം. അതുപോലെ ഈ നമ്മൾ തീരദേശ മേഖല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികൾക്കെല്ലാം ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടോ? ലാപ്ടോപ്പ് കൊടുത്തു, അപേക്ഷിച്ച് എല്ലാവർക്കും കൊടുത്തു. ഞാൻ പറയാം, എൻ്റെ ഈ വ്യക്തികൾ പറഞ്ഞോളൂ കൊടുക്കുന്ന ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 നമ്മളെ പാർക്കുകൾ എൻ്റെ വാർഡിൽ 2 പാർക്കുകൾ. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാദർ ബെർണാഡ് പരേര പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് തീരദേശത്ത്. അതൊരു പാർക്കിൻ്റെ ഒരു സൗകര്യം. വൈകുന്നേരങ്ങളിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളിയൊക്കെ വന്ന് കൂട്ടം കൂടി ഇരിക്കണ ഒരു സ്ഥലമാണ്. അവിടെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ ഒരു പാർക്ക്. പിന്നെ അബ്ദുൽ കലാം പാർക്ക്, അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പാർക്കിൻ്റെ സ്റ്റേഷൻ കടവ് ജംഗ്ഷനിൽ ഒരു 35 ലക്ഷം രൂപ ചിലവാക്കി ഒരു പാർക്ക്. അബ്ദുൽ കലാം പ്രതിമ, അവിടെ പ്രതിമയെല്ലാം നഗരസഭയുടെ ഫണ്ടാണ്. നഗരസഭയുടെ ഫണ്ടാണ്. ഇല്ല ഒന്നുമില്ല, അതെല്ലാം നഗരസഭയുടെ ഫണ്ടാണ്. അബ്ദുൽ കലാം പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ചയെങ്കിലും നടത്തണമെന്നുള്ള ഒരു ആണ്. അതിനോട് തന്നെ സ്റ്റേഷൻ കടവ് ജംഗ്ഷൻ എന്ന് പറയുന്ന VSSCയും അതുപോലെ തന്നെ മറ്റ് ഒരു കേന്ദ്രമാണ്. അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തൊരു കേന്ദ്രമാണ്. നേരത്തേക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിറച്ച് കടകളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ അതിനൊരു വലിയ ബുദ്ധിമുട്ട്. ധാരാളം യാത്രക്കാർ പോകണം. പെരുമാതറ റോഡാണ്, വേളി പെരുമാതറ. അപ്പോൾ അവിടെ വലിയൊരു ജംഗ്ഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കണമെന്നുള്ള ഇതിൽ ഒരു ടേക്ക് എ ബ്രേക്ക് അവിടെ 3-6 സ്ത്രീകൾക്കൊരു വിശ്രമ കേന്ദ്രം നേരത്തെ പറഞ്ഞത് ഹോസ്പിറ്റലാണ്. അത് ഹോസ്പിറ്റലിൽ ഈ വഴിയോരത്ത് ഈ മുലയൂട്ടൽ കേന്ദ്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം വല്ലതും ചെയ്യുന്നു. അതാണിത് ടേക്ക് എ ബ്രേക്ക്. നമ്മുടെ ഞാൻ സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിൽ മുലയൂട്ടൽ കേന്ദ്രമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ടേക്ക് എ ബ്രേക്കിൽ ഉള്ള സംവിധാനങ്ങൾ ഒരു കഫറ്റേരിയ, ഒരു മുലയൂട്ടൽ കേന്ദ്രം, ഒരു വിശ്രമമുറി, പിന്നെ 3-6 ഇത് സ്ത്രീകൾക്ക് 3, പുരുഷന്മാർക്ക് 3 ടോയ്ലറ്റ് സംവിധാനം. അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനമാണ്. അത് നിർമ്മാണം പൂർത്തിയായി വരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഉടനെ നടക്കും. അതും നടക്കുന്നു. പിന്നെ ഇതൊക്കെയാണ് പൊതുവിൽ നടന്നിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഇല്ല. പിന്നെ റോഡുകളെല്ലാം എല്ലാ റോഡും സഞ്ചാരയോഗ്യമായ റോഡുകളാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളൊന്നും എൻ്റെ വാർഡിൽ അങ്ങനെ ഇല്ല.
വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ഈ കൂടുതലും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് മണൽ പ്രദേശമാണ്. അവിടെ നിന്ന് ഈ റോഡുകൾ ഈ വെള്ളം ഒഴുക്കും അങ്ങനെ തടസ്സങ്ങളൊന്നും വലുതായിട്ട് വരാറില്ല. വെള്ളക്കെട്ടുകൾ അങ്ങനെ ഉണ്ട്. എന്തെന്നാലും മണലായത് കൊണ്ട് പെട്ടെന്ന് കൊണ്ട് റോഡുകളെല്ലാം നല്ല ഭംഗിയായി ചെയ്യുന്നു. പുതിയ 2 റോഡുകൾ ഞാൻ വന്നതിന് ശേഷം പുതിയ 2 റോഡുകൾ, പ്രധാനപ്പെട്ട 2 റോഡുകൾ ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അങ്ങനെ സഞ്ചാരയോഗ്യമായ റോഡുകളാണ് എൻ്റെ വാർഡിലുള്ളത്. എല്ലാ മുഴുവൻ ഇടവഴികളിലും ഇൻ്റർലോക്ക് ചെയ്തു. ഇനി ഇൻ്റർലോക്ക് മുഴുവൻ ഇടവഴികളെന്ന് പറയുമ്പോൾ കൊച്ചു മനസ്സിലായി റോഡുകൾ അതായത് 10-20 കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ചെറിയൊരു കൊച്ചിടവഴി അത് മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തു സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അല്ല, ഇത് പറയുമ്പോഴത്തേക്ക് അവകാശികൾ വേറെ വരില്ലല്ലോ. ഇന്റർലോക്ക് ഞാൻ എൻ്റെ കാലത്ത് അല്ല, അത് എൻ്റെ കാലത്ത് മാത്രമായിട്ട് ചെയ്തെന്ന് പറയാൻ വേണ്ടി പറ്റൂല. മുഴുവനും എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഒരു കൗൺസിലറോട് ഉണ്ടായിരുന്നല്ലോ, അവർ കുറേയൊക്കെ ചെയ്തിട്ടിരുന്നു. ഇപ്പം പൂർണ്ണമായി തുടർന്ന് നമ്മൾ ചെയ്ത് പൂർണ്ണമായി ഇപ്പം നമുക്ക് നമ്മളെ വാർഡിനകത്ത് അതൊരു പ്രശ്നമല്ലാതായി മാറിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലാണ്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ അത് ഒരു 100 ലൈറ്റെങ്കിലും എൻ്റെ ഒരു വാർഡിൽ തന്നെ കാണും. LED ലൈറ്റ് എല്ലാ പ്രദേശത്തൂടെ ഈ 3 കിലോമീറ്റർ ചുറ്റളവിൽ. അതിൽ 90% ലൈറ്റുകളും എപ്പോഴും കത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. 10% LED ആയതുകൊണ്ട് തന്നെ മാറി തിരിഞ്ഞും അണഞ്ഞും കത്തിച്ചും അങ്ങനെ ഇരിക്കുമെന്നുള്ളൂ. പക്ഷേ ലൈറ്റ് കത്തിക്കുന്ന കാര്യത്തിൽ പിന്നെ ഇനി ലൈറ്റ് ചെല്ലാത്ത ഒരു ഇടവഴിയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മുഴുവൻ റോഡുകളിലും ലൈൻ എക്സ്റ്റൻഷൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഇനി ലൈറ്റ് വെക്കണം. ടോർച്ച് വാങ്ങണ്ട. എൻ്റെ പാർട്ടി കൂടി ഇതെടുത്താൽ ടോർച്ച് വാങ്ങണ്ട എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ട്. പിന്നെ ഈ കുടിവെള്ളം ഇപ്പം നമ്മൾ ജലജീവൻ പദ്ധതിയാണല്ലോ. എത്ര നമ്മൾ വീടുകളിൽ സൗജന്യ കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്? 80%, 4000-ഓളം വീടുണ്ട് എനിക്ക്. 80% വീടുകളിലും സൗജന്യ കുടിവെള്ള പദ്ധതി എത്തിയിട്ടുണ്ട്, കണക്ഷൻ എത്തിയിട്ടുണ്ട്, കൊടുത്ത്. അതുപോലെ വൈദ്യുതിയും എല്ലായിടത്തും ഉണ്ട്. സൗജന്യമായിട്ടാണോ? അല്ല, വൈദ്യുതി സൗജന്യമല്ല, കുടിവെള്ളം ജലജീവൻ പദ്ധതിയിൽ നമ്മൾ 80% വീടുകളിലും കുടിവെള്ളം എത്തിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംപാക് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ,
മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ്രോ, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. ഓക്കെ, നമ്മുടെ കൗൺസിലർ അടുത്തിരിപ്പുണ്ട്. നമ്മുടെ വാർഡിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും മറ്റ് വികസനത്തിന്റെ വിഷയങ്ങളുണ്ടോ, എന്താണെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം. ഒരുപാട് വികസനം നമ്മളെ പടിത്തറ വാർഡിന് വേണ്ടി ചെയ്തു. എന്നെ സംബന്ധിച്ച് നമുക്കൊരു നല്ലൊരു അംഗനവാടി കെട്ടിടം കെട്ടി തന്നു. സ്മാർട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അംഗനവാടി കെട്ടിടം കെട്ടി തന്നു. പിന്നെ സ്റ്റേഷൻകടവ്, പിന്നെ ഒരു പാർക്ക്, അബ്ദുൽ കലാം സാറിന്റെ പേരിൽ ഒരു പാർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ നമ്മുടെ ഇവിടുത്തെ പള്ളിത്തറ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ചെയ്ത് നമുക്ക് ഇനി ചെയ്യാനുള്ള എന്തൊക്കെയാണ്? ചെയ്യാനുള്ളത് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് വേറെ നല്ല നമ്മള് പള്ളിത്തറ വാർഡിൽ ഒരു വൃദ്ധജനങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു പദ്ധതി കൂടെ കൊണ്ടുവന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ആശയം എനിക്കുണ്ട്. കാരണം ഇപ്പം പുറത്ത് ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വയസ്സായവരെയൊക്കെ വീട്ടിലിരുത്തിയിട്ട്. അപ്പൊ അവർക്കൊരു കടൽ വീട് പോലെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് വളരെ ഉപയോഗപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ ഉള്ളൂ ടീച്ചർക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതൊരു നല്ല നിർദ്ദേശമാണ്. ഇത് പിന്നെ എല്ലാ വാർഡുകളിലും ഉപയോഗിക്കേണ്ട സംഭവമാണ്. വേറെ നിർദ്ദേശങ്ങൾ വല്ലതും പറയാനുണ്ടോ? വേറെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി 9 അംഗൻവാടികളുണ്ട്. അതിൽ പലർക്കും കെട്ടിടങ്ങളൊന്നുമില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചാൽ അതും കൂടെ സാധിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാലാവധി. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഈയിടയ്ക്ക് അങ്ങനെ പറ്റുമെങ്കിൽ അതിൽ നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നല്ല ഒരു കൗൺസിലറാണ്, നല്ല പൊതുപ്രവർത്തകനാണ്. അതിലുപരി എല്ലാവരുടെയും നല്ല സ്നേഹമുള്ള ഒരാളാണ് നമ്മളെ കൗൺസിലർ. അങ്ങനെയാണോ? ഞങ്ങൾക്ക് പക്ഷെ അത് തോന്നിയില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് അറിയാം. അത് അംഗനവാടി ടീച്ചറായിട്ട് നഗരസഭയുടെ ചെയർമാനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞു? അതൊന്നുമല്ല ഞങ്ങൾക്ക് നേരത്തെ അറിയാം. മറ്റു വാർഡിലിരുന്നപ്പോഴേ ടീച്ചർ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടീച്ചറെ? വേറൊന്നും ചോദിക്കാനൊന്നുമില്ല. ശരി, അപ്പം വിളിച്ചാൽ വളരെ നന്ദി. പകൽ വീടിന് സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ. അത് തന്നെ. ഓക്കെ, താങ്ക് യു. പിന്നെ ശുചിത്വ പ്രവർത്തനങ്ങളൊക്കെ കാര്യമായി നടക്കുന്ന ഒരു വാർഡാണ്. അങ്ങനെ മാലിന്യ കൂമ്പാരങ്ങളോ മാലിന്യ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ തെരുവ് നായ്ക്കളുമില്ല. തെരുവ് നായ്ക്കളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ തെരുവ് നായ്ക്കളെ വനത്തിൽ കൊണ്ടാക്കണം എന്ന് ഒരു മുൻ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? തെരുവ് നായ്ക്കളെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മനുഷ്യത്വപരമായി നമ്മൾ പറഞ്ഞാൽ നായതും ജീവികളാണ്, അതിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഭൂമിയിലെല്ലാം വേണം. പക്ഷേ മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, അതിലും മനുഷ്യന് എപ്പോഴും ഭീഷണി തന്നെയാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.